നമസ്കാരം. ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു വിദ്യാഭ്യാസ വിദഗ്ധനൊന്നുമല്ല. പക്ഷേ എനിക്ക് ബോധ്യപ്പെട്ട ചില കാര്യങ്ങൾ പറയാം. അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, വിമർശിക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ നാട്ടിൽ അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 10ാം ക്ലാസ് പരീക്ഷയിൽ 60% 70% മാത്രം വിജയശതമാനം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നിങ്ങളിൽ പലരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അക്കാലത്ത് പരീക്ഷ എഴുതുന്ന നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾക്കും അറിയാം തങ്ങൾ ജയിക്കുമോ തോക്കുമോ എന്ന് ഏകദേശം അവർക്ക് ധാരണയുണ്ട്. ഇന്നത് പറ്റില്ല. കാരണം ഇന്ന് 99.5% അല്ലെങ്കിൽ 9% ആളുകൾ ജയിക്കുകയാണ്. ഫലത്തിൽ 100% ജയിപ്പിച്ച് വിടുകയാണ് ഇന്ന്. അതുകൊണ്ട് ഇന്ന് അങ്ങനത്തെ ചിന്തയൊന്നുമില്ല. പക്ഷേ അന്ന് അതായത് 60% 70% മാത്രം വിജയ ശതമാനം ഉണ്ടായിരുന്ന കാലത്ത് അത് പരീക്ഷ എഴുതിയിരിക്കുന്ന ഒട്ടുമിക്കവർക്കും അറിയാം താൻ ജയിക്കുമോ തോക്കുമോ എന്ന്. 100% താൻ തോൽക്കും എന്ന് ഉറപ്പുള്ള ചില കുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ആ ഇടവേള സമയമുണ്ടല്ലോ, ആ സമയത്ത് നമ്മുടെ നാട്ടിൽ പലർക്കും ഈ കുലത്തൊഴിൽ തന്നെ കാണും. പരമ്പരാഗതമായിട്ട് തുറന്നു വരുന്ന തൊഴിലുകൾ, ഇപ്പോൾ ആശാരിപ്പണിയാണെങ്കിൽ, കൊല്ലപ്പണിയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വർണ്ണപ്പണിയാണെങ്കിൽ, ഇനി ബാർബർ പണിയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ കൊത്തപ്പണി എന്നൊക്കെ പറയും, മേസ്തിരിപ്പണി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തരം പണികളിലൊക്കെ ഈ അച്ഛനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ തൻ്റെ അടുത്ത ബന്ധുക്കളെ സഹായിക്കുന്നു എന്ന ഭാവനയായിരിക്കും തുടങ്ങുന്നത്. എന്തായാലും ഈ റിസൾട്ട് വരുന്ന സമയമാകുമ്പോഴേക്കും ഇവൻ ഈ പണി പഠിച്ചെടുത്ത് കഴിഞ്ഞിരിക്കും. തോറ്റെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ ഒരുപക്ഷേ ഈ 10ാം ക്ലാസ് വീണ്ടും എഴുതിയെടുക്കാൻ വേണ്ടി പാരൽ കോളേജ് പോലുള്ള സ്ഥലങ്ങളിൽ പോവുകയും ഈ പണി തുടരുകയും ചെയ്യും. ഒരുപക്ഷെ 10ാം ക്ലാസ് ഒരു പേരിന് എഴുതിയെടുക്കും. തുടർന്ന് ഇവൻ ഈ പണിയിൽ അപ്പോഴേക്കും പ്രാഗൽഭ്യം നേടി ഇത് തന്നെ തുടർന്നങ്ങ് പോകും. അതായിരുന്നു അക്കാലത്തെ ഒരു രീതി. അത് പല പണിയും ചെയ്യുന്നവരുണ്ട്. ചിലർ കൃഷി മേഖലയിലേക്ക് പോകുന്നവരുണ്ട്. ഈ കൂട്ടത്തിൽ ജയിച്ചു പോയവർ പഠിച്ച് കുറേ പേര് നല്ല ജോലിയിലാവും. ചിലർ ഈ കുറച്ച് സർട്ടിഫിക്കറ്റും പോക്കറ്റിലിട്ടുകൊണ്ട് അല്ലെങ്കിൽ ഫയൽ വെച്ചുകൊണ്ട് പഠിച്ചു എന്ന ഭാവന ഇങ്ങനെ നടക്കും. ഇവിടുത്തെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ഈ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു കൂട്ടർ അല്ലെങ്കിൽ ആ ഒരു വിഭാഗം ഉണ്ടാവുന്നില്ല. പരീക്ഷ എഴുതി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ തന്നെ എഴുതി വെച്ചാലും അവൻ ജയിക്കും. അപ്പോൾ ഞാൻ തോക്കുമെന്നൊരു വിശ്വാസവും ഒരു വിദ്യാർത്ഥിക്കുമില്ല. അപ്പോൾ അവൻ അടുത്ത +1 +2 പഠിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്. തോറ്റാലും ഈ മാർക്കില്ലെങ്കിലും മാർക്കുണ്ടെങ്കിലും. അതിനുശേഷം അവൻ്റെ 2 വർഷം കൂടെ കഴിയുകയാണ്. ഈ 2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുന്ന് പൊന്തിത്തള്ളി അവനെ ജയിപ്പിച്ചു വിടും. പിന്നീട് തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസം, ഇലക്ട്രീഷ്യൻ പഠിക്കാനോ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ പഠിക്കാനോ മറ്റൊതുമായിട്ട് കുറേ ആളുകൾ പോകും. നന്നായിട്ട് പഠിക്കുന്നവർ വേറെ സംഗതിയായിട്ട് പോകും. എന്തായാലും ഈ പഠിത്തമെല്ലാം കഴിഞ്ഞൊരു 3-4 സർട്ടിഫിക്കറ്റുമായിട്ട് അവൻ പുറത്തിറങ്ങുമ്പോൾ അവന് 10-23 വയസ്സാവും. ഫലത്തിൽ അവൻ പഠിച്ച ആ സംഗതി കൊണ്ട് അവന് ജോലി കിട്ടത്തുമില്ല. അവൻ അതിനൊക്കെ മറ്റൊരു തൊഴിൽ പ്രാവീണ്യം നേടിയിട്ടുമില്ല. അവസാനം ഇനി വല്ലച്ചാതി എങ്ങനെയെങ്കിലും വല്ല കൂലിപ്പണിക്കും പോകാം എന്ന് വെക്കുമ്പോൾ അവനോട് ആളുകൾ ചോദിക്കുക, ഇത്രയൊക്കെ പഠിച്ചിട്ട് നിനക്ക് കൂലിപ്പണിയേ ഉള്ളൂ എന്ന് ചോദിക്കും. അപകർഷതാബോധം കൊണ്ട് അവൻ ഈ നാട്ടിൽ ആ പണി ചെയ്യില്ല. പകരം പുറത്തു പോയിട്ട് മറ്റു കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യും, ഗൾഫിലും മറ്റുമൊക്കെ. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സമയത്തുണ്ടല്ലോ, അതായത് ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറുപ്പക്കാർ കൈയാളേണ്ടിയിരുന്ന ചില ജോലികളുണ്ട്, ചില തൊഴിൽ. അവിടെ ഈ ഒരു സംഭവം കൊണ്ട് അവിടെ വലിയ ഗ്യാപ്പ് ഉണ്ടാവുകയും ആ ഗ്യാപ്പിലേക്ക് നമ്മളിപ്പോൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന അതിഥി തൊഴിലാളികൾ അഥവാ അന്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് നിറയുകയും ചെയ്യും. ഫലത്തിൽ നമ്മുടെ കുട്ടികൾക്ക് തൊഴിലില്ല. ഇവിടെ പഠിച്ചു പോയവർ കുറേയൊക്കെ പഠിച്ചു പോയി. എല്ലാവർക്കും ഒന്നും സർക്കാർ ജോലി കിട്ടത്തില്ല, എല്ലാവർക്കും ഒന്നും മെച്ചപ്പെട്ട സ്വകാര്യ ജോലിയും കിട്ടത്തില്ല. ബാക്കിയുള്ളവർ പഠിത്തവുമില്ല, സ്വന്തമായിട്ട് ഒരു തൊഴിലുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് കുറേ നടക്കും. കുറേ പേര് പാർട്ടിക്കെന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. കുറേ പേര് ഗൾഫിൽ പോയി അറബിയുടെ കീഴിൽ ജീവിക്കും. ഇവിടെ നമ്മുടെ ആളുകൾ ചെയ്യേണ്ട തൊഴിൽ മൊത്തം പുറത്തുനിന്ന് വന്നവർ വന്ന് ചെയ്യും, പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. ഇത്രയൊക്കെ കാണുമ്പോഴാണ് ഇത് ആസൂത്രിതമായിട്ട് തന്നെ ചിലർ ഈ രീതിയിലാക്കണം. ഇവിടെ ഈ അതിഥി തൊഴിലാളികളുടെ ഒരു കുടിയേറ്റം ഉണ്ടാവുകയും അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് കേരളം പോവുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി കുബുദ്ധിയോടുകൂടി ചെയ്തതല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. കാരണം കുറേ നാൾ കഴിയുമ്പോൾ ഇവരും സ്വാഭാവികമായിട്ട് മലയാളമൊക്കെ പഠിച്ച് ഇവിടെ റേഷൻ കാർഡും ആധാർ കാർഡും ഒക്കെ ഇട്ട് അപ്പോൾ മറ്റൊരിടത്തേക്ക് തൊഴിൽ കൊടുക്കുകയും അവിടെ അഭയം കൊടുക്കുകയും ചെയ്യുന്നവരോട് ഒരു വിധേയത്വ ഭാവം കാണും ഇവർക്ക്. അങ്ങനെ തങ്ങളുടെ പാർട്ടിയുടെ അടിമയാക്കി വോട്ട് യന്ത്രങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കാലേക്കൂട്ടി തന്നെ വർഷങ്ങൾക്ക് മുന്നേ ഇവർ ചെയ്തതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബംഗാളിലും മറ്റുമൊക്കെ ബംഗ്ലാദേശികളെയും ഇവരെയൊക്കെ വലിച്ചു കയറ്റിയത് ഏതാണ്ട് ഇതേപോലെ തന്നെയാണ്. ഇവിടെ കുറച്ചുകൂടി ക്ലിനിക്കലായിട്ട് ഇവന്മാർ ചെയ്ത പണിയാണ്. ഇപ്പം ആളുകളൊന്നും എതിർക്കത്തില്ല. കാര്യം തങ്ങളുടെ മക്കളെല്ലാം 100% ജയിച്ച് കയറി പോവുകയാണ്. പക്ഷേ ഈ ജയിച്ച് കയറി പോകുന്നവരെ കൊണ്ട് എന്താണ് നാടിന് ഗുണം? എത്ര പേര് അതിൽ രക്ഷപ്പെടുന്നുണ്ട്? അവിടെയാണ് നോക്കേണ്ടത്. എന്നിട്ട് വിദ്യാഭ്യാസ രംഗം ഭയങ്കരമായിട്ട് കുതിക്കുന്നു, നമ്മൾ 100% ജയിക്കുന്നു എന്ന് പറയുകയും ചെയ്യാണ്. ഇപ്പം കളിയാക്കാറുണ്ട് ട്രോളന്മാർ. പശുവിനെ കെട്ടാൻ വേണ്ടി സ്കൂൾ കൊമ്പോട്ടി കയറുന്ന ഗോവാലാട്ടം വരെ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഓരോ തവണയും 10ാം ക്ലാസ് റിസൾട്ട് പുറത്തു വന്നു കഴിയുമ്പോൾ ട്രോളന്മാരിന്ന് ട്രോളുന്നത്. ഇതാരാണ് ഈ അവസ്ഥയിലാക്കിയത്? ഇതൊക്കെ കാണുമ്പോഴാണ് ആസൂത്രിതമായിട്ടുള്ള കുബുദ്ധി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഓർക്കണ്ടേ. നമ്മുടേതായിട്ടുള്ള തനതായിട്ടുള്ള തൊഴിലുകൾ ചെയ്യാൻ ഇവിടെ ആളുകളില്ല. ഇപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് വന്നവരാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫലത്തിൽ 10-23 വയസ്സ് വരെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, എന്തൊക്കെയോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം പുറത്തിറങ്ങുമ്പോൾ അവന് ജോലിയില്ല. ഇനി കൂലിപ്പണിക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നാട്ടുകാരുടെ ചോദ്യം വരും, ഇത്രയൊക്കെ പഠിച്ചിട്ട് നീ കൂലിപ്പണിക്കാണോ പോകണമെന്ന്. ശരിക്കും നമ്മുടെ ഭരണാധികാരികളും ഇവിടുത്തെ വിദ്യാഭ്യാസ വിദഗ്ധരുമൊക്കെ കുത്തിയിരുന്ന് ചിന്തിച്ച് ഒരു പരിഹാരം കാണേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായും ഈ 100% വിജയം കൊണ്ട് സമൂഹത്തിന് ദോഷമല്ലാതെ ഒരു ഗുണവുമില്ല എന്ന കാര്യം ഉറപ്പാണ്.